മലയാളികൾക്ക് ഭക്ഷണക്രമത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മീൻ. പലപ്പോഴും നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന മീൻ ഒക്കെയും തന്നെ പല ദിവസങ്ങളോളം പഴക്കമുള്ളതായിരിക്കാം. ഫോർമാലിൻ, അമോണിയ പോലുള്ളവയിൽ അധിക ദിവസം മുക്കി വെച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ അടുത്ത് എത്തുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ വളരെ നല്ല മത്സ്യങ്ങളും കാണാം. പക്ഷേ ഇവ രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ചെറിയ മത്സ്യങ്ങൾ വാങ്ങുക എന്നത്, അയല, മത്തി പോലുള്ള ചെറിയ മത്സ്യങ്ങൾ വാങ്ങുക എന്നത് ഇതിനൊരു പരിഹാരമാണ്. കാരണം ചെറിയ മത്സ്യങ്ങളെ അധികം ഇതുപോലുള്ള രാസവസ്തുക്കൾ മുക്കി വയ്ക്കാൻ സാധ്യത കുറവാണ്. വലിയ മത്സ്യങ്ങളും വില കൂടിയ മത്സ്യങ്ങളുമാണ് കൂടുതലായും അമോണിയ പോലുള്ള രാസവസ്തുക്കളിൽ മുക്കി വയ്ക്കാനും കൂടുതൽ ദിവസം കേടുകൂടാതെ വയ്ക്കാനും ശ്രമിക്കുന്നത്. ഇനി മത്തി പോലുള്ളവ പഴക്കമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് അവയുടെ കണ്ണ് നോക്കിയാൽ മതിയാവും. കണ്ണ് ഇരുണ്ട ചുവന്ന നിറമാണ്, കടുത്ത ചുവപ്പ് നിറമാണ് കാണുന്നതെങ്കിൽ ഉറപ്പിക്കാം അത് ദിവസങ്ങളോളം പഴക്കമുണ്ട് എന്ന്. വെള്ള കലർന്ന ഇളം ചുവപ്പ് നിറമായിരിക്കും നല്ല മീനിൻ്റേത്. മത്തി പോലുള്ള ചെറുമീനുകൾക്ക് ഈ രീതി പ്രയോജനപ്പെടുത്താം. എന്നാൽ അയലയ്ക്ക് അവയുടെ ചെകിള ഉയർത്തി നോക്കുകയാണ് വേണ്ടത്. അവയുടെ ചെകിള ഉയർത്തി നോക്കിയാൽ കൊഴുത്ത സാധാരണ ചോരയുടെ നിറമാണ് കാണുന്നതെങ്കിൽ പച്ച മത്സ്യമാണ്, പുതിയ മത്സ്യമാണെന്ന് പറയാം. പഴകിയതാണെങ്കിൽ അതിനൊരല്പം ബ്രൗൺ നിറമോ ചോര വറ്റിയതോ തരത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി ഏത് മത്സ്യമാണെന്നുണ്ടെങ്കിലും പഴക്കമുണ്ടോ എന്നറിയാൻ അതിൻ്റെ മേലെ ഒന്ന് ഞെക്കി നോക്കിയാൽ, ഒന്ന് മേലെ തൊട്ട് നോക്കിയാൽ കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയാം അഴുകിയതാണ്. എന്നാൽ ഐസിലിട്ട മീനാണെങ്കിൽ ഉറപ്പുള്ളത് തന്നെയായിരിക്കും. എങ്കിലും ഐസിൻ്റെ വിളർച്ച കണ്ടിട്ട് തിരിച്ചറിയാം. വിളർച്ച എന്ന് പറയുന്ന സാധാരണ സ്വാഭാവിക നിറം മാറി അതിൻ്റെ മേലുള്ള തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് എല്ലാ മീനുകൾക്കും തന്നെ ഈ ഒരു രീതി പ്രയോജനപ്പെടുത്താം. മറ്റൊന്ന്, ഏത് തരത്തിലുള്ള മീനാണ് വാങ്ങുന്നതെങ്കിലും കടൽ മത്സ്യമോ ഡാം മത്സ്യമോ പുഴ മത്സ്യമോ വാങ്ങുകയാണെങ്കിൽ കൂടെ ഉപ്പ് അവയുടെ മേലെ ഒരല്പം തിരുമ്മി കഴുകിക്കളയുന്നത് നല്ലതായിരിക്കും. അവയുടെ മേലുള്ള രാസവസ്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നതിന് നല്ലതായിരിക്കും. ഒരല്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇവിടെ മേലെ ഒന്ന് ഉരസി കഴുകുന്നത് നല്ലതായിരിക്കും. കഴിവതും ചെറു മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ബീറ്റ കരോട്ടിൻ പോലുള്ള ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ കൂടുതലായും അടങ്ങിയിരിക്കുന്നത് മത്തി, അയല പോലുള്ള ചെറു മത്സ്യങ്ങളിലാണല്ലോ. മറ്റൊന്ന്, ഇവയിലായിരിക്കും പരമാവധി രാസവസ്തുക്കളുടെ ഉപയോഗം കുറഞ്ഞതായിട്ട് കാണാറുള്ളത്. Thank you for watching this video.